ഹായ്, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനു സീരീസിലെ 11ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പടവലങ്ങയും പരിപ്പും ഉപയോഗിച്ചൊരു കറിയാണ് ഉണ്ടാക്കിയത്. അതിന് കോമ്പിനേഷനായിട്ട് കോളിഫ്ലവറിൻ്റെ തോരനും വഴുതിരിങ്ങ മീൻ വറക്കുന്ന പോലെ വറുത്തെടുത്തത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പടവലങ്ങയും പരിപ്പുള്ള കറി ഉണ്ടാക്കാം. അതിനായിട്ട് തോരപ്പരിപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഞാനൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പരിപ്പിന് എത്ര വേവ് വേണം അതനുസരിച്ച് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയാണ്, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. ഇവിടെ ഞാൻ തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരണം. അതൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഈ വറുത്തത് പരിപ്പ് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ പടവലങ്ങയും പരിപ്പിൻ്റെയും കറി റെഡിയായി. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ വഴുതിരിങ്ങയാണ് അടുത്ത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വഴുതിരിങ്ങ ഭർത്ത വഴുതിരിങ്ങയില്ലേ വലിയത്, അതാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ നീള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു മസാല വേണം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങ നമുക്കിതിലേക്ക് പിഴിയാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. ആ മസാലയിലേക്ക് നമുക്ക് ഈ വഴുതിരിങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നമ്മൾ സാധാരണ മീനിനൊക്കെ പുരട്ടുന്ന പോലെ തന്നെ പുരട്ടിയിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ വഴുതിരിങ്ങ എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം സൈഡിലേക്ക് എടുത്തു വെച്ചിട്ട് അടുത്ത റെസിപ്പി തുടങ്ങാം. ഇപ്പോൾ നമുക്ക് കോളിഫ്ലവർ തോരന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് എടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് അരിയുക, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ തേങ്ങ ചിരകിയത് ചേർക്കുന്നത്, അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാണ്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വഴുതിരിങ്ങ വറുത്തെടുക്കാം.
അപ്പോൾ വഴുതിരിങ്ങ വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിൽ. വഴുതിരിങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി രണ്ട് ഭാഗത്തുനിന്നും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴുതിരിങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും വെന്ത് കഴിഞ്ഞാൽ വഴുതിരിങ്ങയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.